ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇരട്ടി ഫാമിലി. ഹർഷ ജിതേഷാണ്. ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ നമ്മൾ ശരിക്കും വളരെ സീരിയസ് ആയിട്ട് കുറേ രോഗങ്ങളുണ്ട്. അതായത് നമ്മൾ പഴയ കാലത്ത് പറയുകയാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഒരു സീരിയസ് ആയിട്ടുള്ള രോഗമാണ്. ഹാർട്ട് അറ്റാക്ക് നമുക്ക് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ 3 തവണയോ ഒക്കെ പരമാവധി വരാം. കാരണം അത് സീരിയസ് ആയിട്ട് അത് സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ അവിടെ അവസാനിക്കുകയാണ്. പിന്നെ അതുപോലെ സ്ട്രോക്ക് വന്നിട്ടാണെങ്കിലും നമ്മൾ യഥാസമയം നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ എത്തിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ സ്ട്രോക്കും അതുപോലെ തന്നെ അപകടകാരിയാണ്. പിന്നെ നമ്മൾ പറയണത് ക്യാൻസറാണ്. പക്ഷേ നമുക്കൊരു ക്യാൻസർ വരുമ്പോൾ ഇപ്പം നമ്മുടെ കേരളത്തിൽ അല്ലെ ഇന്ത്യയിലൊക്കെ ഉള്ള ഒരു വ്യക്തികൾക്ക് നമുക്ക് ക്യാൻസർ വരുമ്പം നമ്മൾ അറിയുന്ന സ്റ്റേജ് തന്നെ കുറേ ലേറ്റായിട്ടാണ്. കാരണം 1ാമത്തെ 2ാമത്തെ സ്റ്റേജിലൊന്നും നമ്മൾ അറിയുന്നത് ചിലപ്പോൾ 4ാമത്തെ സ്റ്റേജിലായിരിക്കാം. ഇതറിയാൻ വേണ്ടി കുറേ ലക്ഷണങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിരിക്കാം. പക്ഷേ അവർ ആ ലക്ഷണങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിലെ ഓട്ടപ്പാച്ചിലിൻ്റെ തത്രപ്പാടിൽ നമുക്ക് വരുന്ന ലക്ഷണങ്ങൾ ഗ്യാസിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ അത് പണിയൊക്കെ എടുത്ത് നമുക്ക് ക്ഷീണമായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിട്ടുകളയുകയാണ് സാധാരണയായിട്ട് ചെയ്യുന്നത്. അയ്യോ, രോഗം വന്നു കഴിയുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട, ദൈവമേ എനിക്കിത് വന്നല്ലോ, എനിക്ക് 4ാമത്തെ സ്റ്റേജാണ്, ഞാൻ ക്യാൻസറായി, എൻ്റെ ആയുസ് തീർന്നു. പക്ഷേ ഓരോ വ്യക്തികളും മനസ്സിലാക്കണം, നമുക്ക് കുറച്ചും കൂടെ ബോധവൽക്കരണം കിട്ടിയിട്ട് സമയം കഴിഞ്ഞു. ഇതിൻ്റെ ലക്ഷണങ്ങളൊക്കെ നേരത്തെ തന്നെ നമുക്കറിയാൻ കഴിയും. ഈ ലക്ഷണങ്ങൾ നമ്മൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. കാരണം തുടക്കത്തിലെ നമുക്ക് ഏത് രോഗമാണേലും തുടക്കത്തിലെ നമുക്ക് ചികിത്സിച്ചാൽ പൂർണ്ണമായും തന്നെ നമുക്കെല്ലാം സുഖപ്പെടുത്താൻ പറ്റുന്നതാണ്. ഇന്ന് ഞാൻ പറയുന്ന കാര്യം ബ്ലഡ് ക്യാൻസറിനെ കുറിച്ചാണ്. എന്താണ് ശരിക്കും ബ്ലഡ് ക്യാൻസർ? നമ്മുടെ മനുഷ്യരുടെ ശരീരത്തിലെ ശ്വേതാണുക്കളുടെ എണ്ണം കുന്നുകൂടി വരുന്നതിനെ അത് കൂടി ഒത്തിരി അത് ഇരട്ടിച്ച് പെരുകുന്നതിനെ നമ്മൾ ലുക്കീമിയ അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസർ എന്ന് പറയും. പലതരം ലുക്കീമിയ ഉണ്ട്. ബ്ലഡ് ക്യാൻസറിന്റെ പേരാണ് ലുക്കീമിയ. അത് പലതരത്തിലുള്ള ലുക്കീമിയ ഉണ്ട്. പ്രധാനമായും നമുക്ക് അക്യൂട്ട് ലുക്കീമിയ എന്നും ക്രോണിക് ലുക്കീമിയ എന്നും പറയാം. അതിൽ ശരിക്കും ഏറ്റവും സീരിയസ് ആയിട്ടുള്ളത് അക്യൂട്ട് ലുക്കീമിയ തന്നെയാണ്. ഈ അക്യൂട്ട് ലുക്കീമിയ 2 തരത്തിലുണ്ട്. അതായത് അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയയും അക്യൂട്ട് ലിംബോബ്ലാസ്റ്റിക് ലുക്കീമിയയും. പിന്നെ അടുത്ത ലുക്കീമിയ എന്ന് പറഞ്ഞാൽ ക്രോണിക് ലുക്കീമിയ അത്രത്തോളം പേടിക്കേണ്ട സംഭവമല്ല. ഈ ക്രോണിക് ലുക്കീമിയ ഈ 2 തരത്തിലുണ്ട്. അതായത് ക്രോണിക് മൈലോയിഡ് ലുക്കീമിയയും ക്രോണിക് ലിംഫോ ലുക്കീമിയയും. ഈ ലുക്കീമിയ നമുക്ക് യഥാക്രമം നമുക്ക് ചികിത്സിച്ചാൽ പരിപൂർണമായിട്ടും തന്നെ ഈ ക്രോണിക് ലുക്കീമിയ മാറ്റാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ചില തരത്തിലുള്ള ബ്ലഡ് ക്യാൻസറുകൾ നമ്മൾ ഒരു ചികിത്സയില്ലാതെ തന്നെ നമുക്ക് ഒത്തിരി വർഷങ്ങൾ ഒരു പ്രശ്നമില്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. കാരണം ഇവർക്ക് ക്യാൻസർ ആണോ എന്ന് ചോദിച്ചാൽ ഓൾറെഡി ഇവർക്ക് ക്യാൻസർ ഉണ്ട്. പക്ഷെങ്കിൽ ഈ ക്യാൻസറും കൊണ്ട് പ്രത്യേകിച്ച് അവർക്ക് ശല്യങ്ങളൊന്നുമില്ല. കാരണം ഇതിന് ഒരു മരുന്ന്, അതായത് ഈ കീമോയും ഈ ക്യാൻസറിന്റെ ചികിത്സാ ചെലവും ഒക്കെ നോക്കുമ്പം ഒത്തിരി കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ചികിത്സിക്കുന്നില്ല എന്ന് വിചാരിച്ചവരെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഈ ക്യാൻസർ ഒരു 30 വർഷം വരെ 40 വർഷം വരെയൊക്കെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം ക്യാൻസറിന്റെ ലക്ഷണങ്ങളൊന്നുമില്ലാതെ പേടിപ്പെടുത്താതെ നമുക്ക് ജീവഹാനി വരാതെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ തന്നെ ഇത് പറ്റും. പിന്നെ ഒരു രോഗി ശരിക്കും ഒരു ബ്ലഡ് ക്യാൻസർ ആ രോഗിക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് കുറേ കാരണങ്ങൾ ഉണ്ടാകും. മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് കാരണങ്ങൾ ഉണ്ടാകാം. ഒരു രോഗി ബ്ലഡ് ക്യാൻസർ ആണെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, സാധാരണ ക്യാൻസറിന് ഉള്ള ലക്ഷണങ്ങൾ പോലെ തന്നെ ഈ ബ്ലഡ് ക്യാൻസറിനും ഒത്തിരി ലക്ഷണങ്ങളുണ്ട്. അതായത് ഏറ്റവും പ്രധാന, രോഗിക്ക് ക്ഷീണം തോന്നുക. കാരണം ഉഷാറായിട്ട് നടക്കുന്ന രോഗി, അതായത് പെട്ടെന്ന് പണിയൊക്കെ എടുത്ത് ഉഷാറായിട്ട് നടക്കുന്ന രോഗിക്ക് ഭയങ്കര ക്ഷീണം. കാരണം ഓടിച്ചെന്ന് കിടക്കുന്നു, തളർച്ച, അങ്ങനെ ക്ഷീണം തോന്നുക. പിന്നെ വെയിറ്റ് ലോസ്, അതായത് നന്നായിട്ട് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടാകും. നമുക്ക് കണ്ണാടി തന്നെ നോക്കുമ്പോൾ നമുക്കൊരു രോഗം, നമ്മളിപ്പോൾ എല്ലാവരും എപ്പോഴും വെയിറ്റ് ഒന്നും നോക്കുന്നവർ ചെക്ക് ചെയ്യുന്നവരെന്നായിരിക്കത്തില്ല. പക്ഷെ നമ്മൾ കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ മുഖമൊക്കെ ഭയങ്കര ക്ഷീണിച്ചതുപോലെയൊക്കെ തോന്നുമ്പോൾ നമ്മൾ ജസ്റ്റ് വെയിറ്റ് ഒക്കെ നോക്കുക. അപ്പോൾ ഒത്തിരി വെയിറ്റ് ലോസ് ഉണ്ടാകും. പിന്നെ വിശപ്പ് കുറയുക, അതായത് ഭക്ഷണം കഴിക്കാൻ തീരെ മടി. കാരണം ഇഷ്ടമുള്ള സാധനങ്ങൾ, നേരത്തെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഒന്ന് കഴിക്കാൻ മടി തോന്നുക. പിന്നെ ഇതിന്റെ കൂടെ തന്നെ പനി ഉണ്ടാകുക,
പിന്നെ അതായത് ഇൻഫെക്ഷൻ ഉണ്ടാകുക, പെട്ടെന്ന് ഇൻഫെക്ഷൻ ഉണ്ടാകും. അതായത് നമുക്ക് പിന്നെ ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ കുറവായിരിക്കും. കാരണം എല്ലാ ആഴ്ചയും തന്നെ പനി ഉണ്ടാകും. കാരണം നമ്മൾ പനി വരുന്നു, നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു, ചിലപ്പോൾ ആ പനി കുറയാൻ വേണ്ടി താമസിക്കുന്നത് പിന്നെ നിൽക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ആ പനി കുറഞ്ഞു കഴിഞ്ഞാലും പെട്ടെന്ന് പിന്നെ പനി ഉണ്ടാകുക. ഇതൊക്കെ ഇതിന്റെ ഒരു ലക്ഷണമാണ്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ ബ്ലീഡിങ്, അതായത് പിന്നെ ബ്ലഡ് ക്യാൻസർ വരുന്ന രോഗികൾക്ക് ചിലപ്പോൾ നമ്മുടെ മൂക്കിൽ നിന്ന് ബ്ലീഡിങ് വരും. പിന്നെ മാത്രമല്ല നമ്മുടെ മൂക്കിൽ കൂടെ തന്നെ ആയിരിക്കില്ല, ചിലപ്പോൾ നമ്മൾ പല്ലൊക്കെ തേക്കുന്ന ടൈമിൽ നമ്മുടെ മോണയൊക്കെ മുറിഞ്ഞിട്ടുണ്ടെങ്കിലും അത് ബ്ലഡ് നിൽക്കാണ്ട് വരിക. ഇതൊക്കെ ഒരു ബ്ലഡ് ക്യാൻസറിന്റെ ലക്ഷണമാണ്. കാരണം ആ ബ്ലഡ് നമ്മുടെ ക്ലോട്ട് ആകാണ്ട്, നമ്മൾ പല്ലൊക്കെ തേക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് മുറിയാറൊക്കെ ഉണ്ട്, പക്ഷെ അത് പെട്ടെന്ന് അങ്ങ് ജസ്റ്റ് ഒന്ന് കുത്തി പിടിച്ചു, അല്ലെ ഓൾറെഡി പെട്ടെന്ന് തന്നെ കവറാകും. പക്ഷെ ബ്ലഡ് ക്യാൻസർ വരുന്ന ഈ പേഷ്യൻസിന് അതിന്റെ ഒരു പ്രത്യേക ലക്ഷണമാണ്. കാരണം മോണയിൽ ഒരു മുറിവ് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ബ്ലീഡിങ് തന്നെ ഉണ്ടാകും. പിന്നെ നമ്മുടെ ഒരു സ്കിന്നിൽ, നമ്മുടെ കയ്യിലെ ഒക്കെ ഉള്ള സ്കിന്നിൽ ഒരു റെഡ് കളർ, ഒരു തടിപ്പ് പോലെയൊക്കെ അങ്ങനെ ഉണ്ടാവാം. പിന്നെ നമ്മൾ ബാത്റൂമിലൊക്കെ പോകുമ്പം നമ്മുടെ മലത്തിൽ കൂടി ഒരു ബ്ലഡിന്റെ അറ്റം ഒക്കെ ഉണ്ടാകാം. കാരണം നമ്മൾ വയറ്റിൽ നിന്ന് പോകുന്നതിന്റെ കൂട്ടത്തിൽ ഒരു ബ്ലഡിന്റെ അറ്റം ഉണ്ടാകാം. പിന്നെ മൂത്രത്തിൽ കൂടി ചെറുതായിട്ട് ബ്ലഡിന്റെ അറ്റം ഒക്കെ ഉണ്ടാകാം. പിന്നെ ഈ ഒരു ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മാത്രം ആണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ബ്ലഡ് ക്യാൻസർ ആകണമെന്നൊന്നുമില്ല. ഈ ലക്ഷണങ്ങളെല്ലാം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് ക്യാൻസർ ഉണ്ടോ എന്നുള്ളത് ഒരു സംശയത്തിന്റെ നിഴലിൽ തന്നെ വെക്കണം. കാരണം നമ്മൾ ഈ ഒരു ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മളൊരു ഓങ്കോളജിസ്റ്റിനെ കണ്ട് അതൊക്കെ ടെസ്റ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ സാധാരണയായിട്ട് നമ്മൾ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് നമ്മൾ ബ്ലഡ് ക്യാൻസർ കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സാധാരണ ബാക്കി ക്യാൻസറുകളെക്കാളും ബ്ലഡ് ക്യാൻസർ ആണ്, ലുക്കീമിയ തന്നെയാണ് വരുന്നത്. പിന്നെ ഇത് നമ്മൾ തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചാൽ ഈ ക്യാൻസർ വളരെ പരിപൂർണമായിട്ടും തന്നെ മാറും. നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കണം. അതിനാണ് ഞാൻ പറഞ്ഞത്, ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്യണം. കുഞ്ഞുങ്ങളിൽ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എപ്പോഴും പനിയാണ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആണ് അങ്ങനെ വിട്ടുമാറാതൊക്കെ ഇരിക്കുമ്പം അപ്പം നമ്മൾ മാറി എല്ലാ ഡോക്ടേഴ്സിനെയും കാണിക്കുക. നമ്മൾ ഒരു പീഡിയാട്രീഷ്യനെ തന്നെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടറെ തന്നെ കാണിക്കുക. പിന്നെ അല്ലെങ്കിൽ നമ്മൾ വേറൊരു ഡോക്ടറെ കാണിക്കുന്നുണ്ടെങ്കിൽ വരെ നമ്മൾ ഇതിനു മുമ്പ് കാണിച്ച ടെസ്റ്റുകളും കാര്യങ്ങളും അല്ല ഇതിന് മുമ്പ് കാണിച്ച ഡോക്ടറുടെ ചീട്ടുകളും ഒക്കെ എടുത്തിട്ട് വേണം നമ്മൾ ഹോസ്പിറ്റലിൽ പോകാനുള്ളത്. കാരണം അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഇത്രയും കാലം ഈ കുഞ്ഞിനെ ചികിത്സിച്ചു, ഈ കുഞ്ഞിന് ഇതുപോലെ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, പനി ഉണ്ടായിരുന്നു, എന്നിട്ട് ഈ രോഗം മാറിയില്ല എന്നൊക്കെ കണ്ട് ഈ ഒരു ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഡോക്ടർ ഇതിനെക്കുറിച്ചുള്ള അറിവ് ഡോക്ടർക്ക് വേണം. കാരണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ടെസ്റ്റ് ഇതിനു മുമ്പ് ചെയ്ത ടെസ്റ്റിന്റെ എല്ലാം റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡോക്ടറെ കൊണ്ട് കാണിക്കണം. നമ്മൾ ഇത്ര കാലമായി ഈ രോഗം എന്നൊക്കെ നമ്മൾ ഡോക്ടറോട് പിന്നെ പരിപൂർണമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കേണ്ട ആവശ്യമാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും അറിവില്ലാത്തവരിലേക്ക് എല്ലാവരും ഇത് ഷെയർ ചെയ്യുക. കാരണം ഈ അറിവ് എല്ലാവർക്കും ആവശ്യമാണ്. കാരണം നമുക്ക് ഇനി ഇപ്പൊ ക്യാൻസർ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഇന്ന ലക്ഷണങ്ങളാണ്, ഇത് ഈ ക്യാൻസറിന്റെ ലക്ഷണമാണെന്നൊക്കെ കണ്ട് പിന്നെ അതിന് നേരത്തെ തന്നെ ചികിത്സിച്ച് മുൻകൂട്ടി നമുക്കത് ചികിത്സിക്കാനും കാണാനും ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ ഇന്നുണ്ട്. ഇതെല്ലാവരും ഇതൊക്കെ പ്രയോജനപ്പെടുത്തുക.